വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ മൽച്ചന്തേരിയുടെ ഈ ഒരു പാറ്റേൺസ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ഒരുപാട് പേർക്ക് കിട്ടാത്തതായതുകൊണ്ട് തന്നെ ഇതിന്റെ കളേഴ്സ് വേറെ സെയിം തന്നെ കളറുകളിൽ ഒരുപാട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു പാറ്റേൺ ആണ് ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച്, ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലോട്ട് മൽച്ചന്തേരിയുടെ ഈ ഒരു ഡിസൈൻ, ഒരു ബൂട്ടാസ് ശരിക്കും ഒരു റെഡും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് നല്ല ഭംഗിയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് ക്രോഷോ ലേസോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു ബോട്ട് നെക്ക് വിത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വി കട്ടിങ് കൊടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇതേപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ഈ മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല വർക്കും ഹാൻഡ് വർക്ക്, ഒരു ത്രെഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഞാൻ പറയാം വേറെ ഒരു വർക്കിന്റെ ആവശ്യമില്ല. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ പാറ്റേൺ. ഇതിന്റെ ഈ കനകാംബരം കളറില്ലേ, പീച്ച് കളർ, ആ ഒരു കളറാണ് ഇതിന്റെ. ബ്യൂട്ടിഫുൾ ആണ്. ചിലപ്പോൾ വീഡിയോയിൽ ചെറിയ കളറിന്റെ വേരിയേഷൻ ഓരോരുത്തരുടെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ ആയിരിക്കും നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക് ആണ്. ഞാൻ പറയുന്നത് നമുക്ക് ഇതും മെറ്റീരിയൽ ലിമിറ്റഡേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും നോക്കുക. ഇതുപോലെ നല്ല അടിപൊളിയായി ലെങ്ത് 48. അപ്പോൾ നമുക്ക് ഇതിന്റെ താഴെ സെയിം കളർ ബോട്ടോ അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ബോട്ടം വേറെ ചെയ്താൽ മതി. ഇതായിരിക്കും അതിന്റെ ലുക്ക് വരുന്നത്. നല്ല അടിപൊളി കളറാണ്. ഇതിന്റെ ഈ ഒരു വർക്കിന്റെ ഡിസൈൻ ആണ് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഗ്രീനും ഈ ഒരു റെഡ് കളർ ബൂട്ടാസും കൂടി വരുന്ന ഒരു ഡിസൈൻ. എന്ത് ഭംഗിയാണെന്ന് അറിയാമോ അത്. അതുപോലെയാണ് ബാക്ക് സൈഡ് ഇതിന്റെ ഈ ഒരു പ്ലെയിൻ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതുപോലെ. അപ്പൊ ഇത് പ്രിന്റ് അല്ല, ഇതുപോലെ മൽച്ചന്തേരിയുടെ ഫാബ്രിക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതുപോലെ ഫുള്ളി ത്രെഡ് വർക്ക് ആയിട്ട് ഈ ഒരു പീച്ച് കളർ ഡിസൈനിലാണ്. അപ്പം ഇതുപോലെ ലെങ്ത് 49, 48, 49 ഉണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. എ ലൈൻ പാറ്റേൺ 48 ലെങ്ത് ഉണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ. സെക്കൻഡ് വൺ വന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡ്, പീച്ച് പിങ്ക് എന്ന് പറയില്ലേ, ആ ഒരു ഷെയ്ഡിലോട്ട് തന്നെ ഇതുപോലെ മൽച്ചന്തേരിയുടെ യോക്കിലോട്ട് മിഡിലിൽ ഹാൻഡ് വർക്ക് ഉള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഈ അകത്ത് കാണുന്നത് എല്ലാം പേൾ വർക്കും ഗോൾഡൻ കളർ സെറിക്കോണ്ടുള്ള ഒരു വീവിംഗ് ആണ്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതാ ഇതുപോലെയാണ് അതിന്റെ വീവിംഗ് വന്നേക്കുന്നത്. കണ്ടോ, ഫുള്ളി ഇത് ഒരു ഷൈനിങ് ഉണ്ട്. ഇതുപോലെ പേൾസ് ഉള്ള വർക്കും ഒരു നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ടും ഇതുപോലെ വെർട്ടിക്കലായിട്ടും കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതെല്ലാം ജോർജറ്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്. കണ്ടോ, ഇതുപോലെ ഈ ഒരു ഷെയ്ഡ് ഇതുപോലെ നല്ല ഭംഗിയാണ്. ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഈ ഒരു ലുക്ക് വരുന്നത്. അപ്പം ബോട്ടിനൊക്കെ വിത്ത് വി കട്ടിംഗ് ആണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ബാക്കിലോട്ട് പ്ലെയിൻ ജോർജറ്റ് ആണ്. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വേറെ ചെയ്ത് ഇതിന് ഞാൻ സെയിം കളർ ദുപ്പട്ടയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഓൺലി ആണെങ്കിലും അതേപോലെ ഇടാം. ഇതുപോലെ ഈ ഒരു ബോട്ടിനൊക്കെ വിത്ത് ഈ ഒരു കട്ടിങ് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഇതിന്റെ മിഡിൽ വന്നേക്കുന്ന ഈ ഒരു പോർഷനിൽ പേൾ വർക്കും പിന്നെ ഗോൾഡൻ സെറിക്കോണ്ടുള്ള ഒരു വർക്കുമാണ് ഫുൾ ഇതിനകത്തോട്ട് പോയേക്കുന്നത്. അത് നമ്മൾ മിഡിൽ പോർഷനിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഏറ്റവും സ്പെഷ്യൽ ഇതിന്റെ കളറാണ്, നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ഇതുപോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്ലീവിലോട്ടൊന്നും പ്രത്യേകിച്ച് വർക്കൊന്നും കൊടുത്തില്ല. കുറച്ചിന്റെ ഒരു വലിയ സൈസാണ് കേട്ടോ, അതുകൊണ്ടാണ് സ്ലീവ് വിത്ത് ലൂസ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഇതും നമുക്ക് ഇതുപോലെ ടോപ്പ് ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് ടോപ്പും ദുപ്പട്ടയും പെയർ ചെയ്യും. അതല്ല ടോപ്പ് ഓൺലി വേണമെങ്കിൽ അത് ഞാൻ വേറെ കാണിച്ചാൽ 48, 49 ലെങ്ത് ഉണ്ട്. അപ്പം ഇതായിരിക്കും അതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇതുപോലെ പെട്ടയില്ലാത്ത ലുക്ക് ഇതേപോലെ ആയിരിക്കും. ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടോപ്പ് ഓൺലി വേണമെന്നുണ്ടെങ്കിൽ ഒരു പലാസോ ബോട്ടോ എന്തെങ്കിലുമൊക്കെ വേറെ ഇതേപോലെ ഉണ്ടാവും. ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിന്റെ ക്ലോസർ വ്യൂ ഇതേപോലെ ആയിരിക്കും. ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അർജന്റ് ആണെങ്കിൽ ചെറിയ കുറച്ച് റെഡി പീസ് ഉള്ളത് നമ്മൾ ഡെസ്പാച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9495402891. അതിലേക്ക് മെസ്സേജ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.